ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ ആ കാണുന്നതാണ് ചിന്നുവിൻ്റെ വീട്. വീട് പൂർണ്ണമായിട്ട് പണി കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. ഹായ് ചങ്ങന്മാർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ സൗണ്ടിനൊക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സൗണ്ടിനൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. ചെറിയ രീതിയിൽ ഒരു വേദന, അതുപോലെ തന്നെ കഫക്കെട്ട് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി, ഞാനിപ്പോൾ ഇരിക്കുന്നത് വീട്ടിലല്ല, ഞാനിങ്ങനെ റോട്ടിലാണ്. നമ്മളുടെ പാടവർക്കിന് ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ നല്ല രസമായിട്ട് ഇവിടുന്ന് തുടങ്ങാമെന്ന് കരുതി ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾക്ക് ആദ്യം ചിന്നും കുട്ടിയും ആരും ഇവിടെ വീട്ടിലില്ല. അപ്പോൾ അവരെ പോയി ഒന്ന് കൊണ്ടുവരണം. അവളുടെ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോവുകയും വേണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം ഓടാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാൻ, ഒരു കമൻറ്റ് ചെയ്താലും മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക. ഓക്കെ, നമുക്ക് നേരെ ഇന്നത്തെ ദിവസത്തിലേക്കത് കിടക്കാം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 9:30 ആയിട്ടുണ്ട്. ഞാൻ ഈ കഫക്കെട്ടിൻ്റെ പ്രശ്നം കൊണ്ട് നീക്കാൻ അവളെത്തില്ല എന്ന് വിളിക്കാൻ അവൾ പിന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം 9:25 അപ്പോൾ ആദ്യം നമുക്ക് അവരെ പോയി കൊണ്ടുവരാം അല്ലേ. അങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളുടെ സ്റ്റാൻഡിലൊക്കെ വണ്ടികൾ കുറവാട്ടോ. ഈ ഒരു നേരത്തെ ഇത്രയും വണ്ടികളൊന്നും പോരാ. ഇതിപ്പോൾ ആകെ ഒരു 6-7 വണ്ടികളുള്ളൂ. 4-3-7 വണ്ടികൾ ഉള്ളൂ. 7 വണ്ടിയൊന്നല്ല, ഈ നേരത്തൊക്കെ നല്ല വണ്ടികൾ വേണം. അപ്പോൾ ഞാനിവിടുന്ന് ലെഫ്റ്റാണ്. അവളുടെ വീട്ടിലേക്ക് ഇവിടുന്ന് ആകെ 1 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങളൊക്കെ ഈ പണ്ടൂർക്കാരനെയാണ്. വണ്ടിയോട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചിന്നുവിൻ്റെ വീട്ടിലേക്ക് പോണ വഴി. ഹായ് സൂര്യ ദീപു ഒക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങോട്ട് തന്നെ മടങ്ങി പോണ്. വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞാണ്ട്. പോര് ആരെയുണ്ട് കേട്ടോ അവിടെ. ഇവിടെ ഒരു 5-6 വീടാണുള്ളത്. അവരൊക്കെ റിലേറ്റീവ്സ് തന്നെ. എല്ലാവരും തമ്മിൽ ഒരു ബന്ധമുള്ള ആളുകളാണ്, കുടുംബക്കാർ തന്നെ. ആ കാണുന്നതാണ് ചിന്നുവിൻ്റെ വീട്. വീട് പൂർണ്ണമായിട്ട് പണി കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. എന്നാലും നോക്കാം, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ആര്യാടെ അവിടെ നോമ്പാണ്. മാലിട്ടിട്ടില്ല? മാലിട്ടുകളോ? ബെൽറ്റുമ്മലൊക്കെ വന്നാൽ കുത്തും. അങ്ങനെ പാഞ്ഞു വന്നാൽ എന്നാൽ പോരി, എനിക്ക് ഹോസ്പിറ്റലിലേക്കും പോകണം. എനിക്ക് മെയിനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ എടുത്തേക്കണേ. അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ ഒരു വീഡിയോ എടുക്കുക ചെയ്തപ്പോൾ തന്നെ ഇറങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞു ആൾക്കാർ. ഇറങ്ങാത്ത വേറെ, ഇപ്പോൾ വീട്ടിൽ കയറാത്ത വേറെ ഒന്നല്ല, അവിടെ നോമ്പാണ് എല്ലാവർക്കും. അപ്പോൾ പിന്നെ ഞാൻ ഇറച്ചി മീനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ മാലിട്ട് കഴിഞ്ഞാൽ വീടിനകത്തേക്ക് കയറാറില്ല. റോട്ടിക്കാണ്ട് പായലിട്ടാ. ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ പോയിട്ട് ഷീറ്റ് എടുക്കാം. ഒരു ഷീറ്റ് എടുക്കാൻ പറ്റൂലേ? വണ്ടിയുടെ ബാക്കിൽ നിർത്തിയിട്ടുണ്ടോ? ഇത് വേണ്ട. ആ ഈ വണ്ടി കയറിക്കോളട്ടാ. ഫോണയിലുണ്ടല്ലേ. കോപ്പി ഷീറ്റിനെ കുറച്ച് എന്താ പറയുക നേരം വരും. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാൻ വേണ്ടി ഓല നിർത്താൻ വേണ്ടി പറ്റില്ല. പൈസ ആയില്ല. വണ്ടിക്കൂലി കൊടുക്കാം. ഒരു 4 കൂട്ടം മരുന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു 10:30 അല്ല 9:30 നമ്മൾ ചീട്ടിന് വേണ്ടിയിട്ട് കയറിയത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10:40. സംഗതിയൊക്കെ ഫാസ്റ്റ് തന്നെ. പക്ഷേങ്കിൽ അവിടെ സിസ്റ്റത്തിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് സ്ലോ കാരണം നമുക്ക് ഒപ്പ് ടിക്കറ്റ് ഇട്ട നേരം വൈകി. പിന്നെ അവർ എഴുതിയിട്ട് തന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടോ. ഒരുപാട് മാറ്റങ്ങൾ ഹോസ്പിറ്റലുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലായിട്ട് എന്താ പറയുക താലൂക്ക് ഹോസ്പിറ്റലായിട്ട് പ്രൊമോട്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് ചായ കൂടി കുടിച്ചിട്ടില്ല ഈ നേരം വരെ. പോയി നോക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അത് ഞങ്ങൾക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള പൂർണ്ണമായിട്ടേക്ക് കണ്ടുപിടിക്കേണ്ടി പറ്റില്ല. അതായത് ഓവർ പൊടി ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടും. പൊടി കയറി കഴിഞ്ഞിട്ട് എന്തായാലും പണി കിട്ടും. ഞാൻ ഒട്ടുമിക്ക ദിവസം മാസ്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പൊടി കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു എന്താ പറയുക ദാക്ഷിണ്യം ഒന്നും അറിയില്ല. പൊടി കയറി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എനിക്ക് അലർജി നല്ല രീതിയിൽ കയറും. അത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് പര്യവസാനിക്കുക ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്നും കാര്യപ്പെട്ടതായിട്ടാവും. അപ്പോൾ ചായക്ക് കടി ചിലപ്പോൾ ഉപ്പുമാവുണ്ടാവും അല്ലേ. പിന്നെ ഇനി ലാപ്ടോപ്പ് എടുക്കണം, എഡിറ്റിങ് പരിപാടി നോക്കണം. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സമയം 11 മണിയാവാനായിട്ടുണ്ട്.
11 മണി നമുക്ക് ഇവിടുന്ന് എല്ലാ പരിപാടിയും ഒരു 12 ഒരു 1 മണിയാകുമ്പോഴേക്ക് തീർത്ത് 2 മണിയാകുമ്പോഴേക്ക് സ്റ്റാൻഡൊക്കെ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. ഇത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. ഞാൻ ഇറങ്ങും, സ്റ്റാൻഡിലേക്ക് ഇറങ്ങും. ചായ ചൂടാക്കൊന്നും വേണ്ട, പറ്റ തണുപ്പാ. പിന്നെ ഒരു ഫ്രിഡ്ജ് വാങ്ങിയിനി കേട്ടോ. പക്ഷേ ഞങ്ങളെ കാണിച്ചിട്ടില്ല ഇതുവരെ. അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഇതുവരെ ഇവിടെ ഇല്ലാത്തൊരു സാധനമില്ല. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അവനെ ലാബ് നടത്തിയിരുന്നു. അപ്പോൾ ഒരു ലാബ് അവർ യൂസ് ചെയ്തതായിരുന്നു, യൂസ്ഡാണ്. അതായത് 2-3 വർഷമുണ്ട് പഴക്കമുള്ളതാണ്. അവന് എനിക്ക് പാകപ്പെട്ടൊരു വിലക്ക് തന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല. ഇതെന്താ സാധനം? അമ്മൻ്റെ ഓരോരോ കളികളെ. പിന്നെ ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കണം. ഒരു വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു പാത്രത്തിൽ. പിന്നെ ഇത് നമ്മുടെ പയറാണ്. നമ്മുടെ പയർ നമ്മൾ പറിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേങ്കിൽ വിളവെടുപ്പ് എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല. വേറെ ഒന്നുമില്ല ഫ്രിഡ്ജിൽ. ഇതിപ്പോൾ ഒരു 3 ദിവസമായിട്ട് ആയുള്ളൂ. എന്തെങ്കിലും വാങ്ങണം. പിന്നെ ഇത് കുറച്ച് നൊങ്ക് വാങ്ങി. ഇതെന്തിനാ പുറത്തേക്ക് വെച്ചിട്ട് തിന്നണില്ലെങ്കിൽ? അപ്പോൾ ആ ഒരു നൊങ്ക്, അത് നിങ്ങൾക്കറിയില്ല, കരിമ്പനയുടെ നൊങ്ക്. അപ്പോൾ എന്നാൽ തന്നെ ചായ കുടിച്ചിട്ട് മരുന്ന് കുടിച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടി നോക്കട്ടെ. 3:15 ചങ്ങന്മാരെ, 3:15. ഈ ഒരു നേരത്താണ് എൻ്റെ എഡിറ്റിങ് കഴിഞ്ഞത്. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതൊരു സംഭവമാണ്. അത് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടില്ല. അപ്പം നമ്മളത് മാക്സിമം ടൈം എടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഓട്ടോ ഓടലും വീഡിയോ ചെയ്യലും പാടെ രണ്ടും ഒരേ ട്രാക്കിൽ ഒരേ ദിവസം ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. ഏതിലൊക്കെ ഒന്നിനെ നമ്മൾ കൂടുതൽ സമയം ചിലവാക്കിയാൽ ഏതിലൊക്കെ ഒന്ന് കൃത്യമായ രീതിയിൽ വർക്കാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കൂടുതൽ സമയം ചിലവാക്കിയിട്ടുള്ളത് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒന്നില്ലാതെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതും നമുക്ക് ഇതിൽ കൂട്ടേണ്ടതാണ്. എനിക്ക് ഇവിടെ അത്ര നേരം ശരീരം അനങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റി. കാരണം എന്താ വെച്ചാൽ ഓട്ടോറിക്ഷയാണ് ഇതിങ്ങനെ കൂടാറുണ്ട്. നമ്മുടെ ബോഡി മൊത്തം ചെറുക്കാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ചേരം ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇപ്പം 3:15 ആണെന്നല്ലായിരുന്നു. ചിന്നു ആര്യനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാനൊരു നാട്ടൻ കട്ടൻ ചായ ഉണ്ട് ഇവിടെ, അത് കുടിക്കണം. അത് കുടിച്ച് കഴിഞ്ഞിട്ട് അമ്മൻ്റെ കട്ടിലുണ്ട്. അമ്മൻ്റെ കട്ടിലിനൊക്കെ പഴയ കോലത്തിലാക്കണം. നമ്മുടെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം. അമ്മൻ്റെ റൂമിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു നമ്മുടെ റൂമിലെ സിസ്റ്റം. ഈ ഒരു അലമാറിന് ഈ ഒരു മൂലയിലാണ് വരേണ്ടത്. കട്ടിൽ അവിടുന്ന് ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെയാണ് കട്ടിൽ വരിക. പിന്നെ അത് നമ്മുടെ അമ്മൻ്റെ റൂം മാത്രമല്ല, സ്വാമി റൂമും കൂടിയാണ്. നമുക്ക് വേറെ സ്ഥലമല്ല ഇതൊന്നും നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മ ഇപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് വന്നപ്പോഴേ നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ നമ്മൾ കരുതുന്നത് അമ്മൻ്റെ റൂമിൽ വെക്കാമെന്നാണ്. അപ്പോൾ അമ്മൻ്റെ റൂമിൽ വെക്കുമ്പോഴേക്ക് ഒരു നൈറ്റിലൊക്കെ നമ്മൾ ഫ്രിഡ്ജല്ലേ, നമുക്ക് എപ്പോഴേക്ക് തുറക്കേണ്ടി വരിക ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് കിടത്തത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇതൊരു ബുദ്ധിമുട്ടാവുമെന്ന് എഴുതിയിട്ട് പിന്നെ ഹോളിൽ തന്നെ നമ്മളൊരു സ്പേസ് കണ്ടെത്തിയിട്ട് നമ്മൾ ഇവിടെയാണ് ഫ്രിഡ്ജിനെ വെച്ചത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഫ്രിഡ്ജ് ഇത്രയും കാലമായിട്ടില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ ഈ ഒരു കട്ടിൽ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒഴിവാക്കാം. ഏത് ആ ഒരു പഴയ കട്ടിലാണത്. പക്ഷേ അത് അതിനോട് ചെറിയൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാനൊക്കെ സംഭവം ജനിച്ച് വീണത് ചിലപ്പോൾ ഈ ഒരു കട്ടിൽമേലേക്കൊക്കെ ആയിരിക്കാം. അന്നേ ഉണ്ട്. ഞാൻ എൻ്റെ ഓർമ്മ തൊട്ടേ ആ ഒരു കട്ടിലോടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കും തന്നെ അത് കൊടുക്കാൻ താല്പര്യമില്ല. ആർക്കും നല്ല കട്ടിലുമാണ്. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിനെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ സെറ്റാക്കി. അതിന് വേണ്ടിയിട്ട് പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വന്നു. പിന്നെ നമുക്ക് ഈ ഒരു സ്പേസിൽ വയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഡോറ് ഫുള്ള് തുറക്കില്ല. ഫ്രിഡ്ജിൻ്റെ ഡോറ് ഫുള്ള് തുറക്കില്ല. അങ്ങനത്തെ വിഷയം. പിന്നെ അടുക്കള നിങ്ങൾക്കറിയാലോ, നമ്മുടെ അടുക്കളയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. നമ്മൾ പല വീഡിയോ നമ്മളങ്ങനെ ഏറ്റക്കുറച്ചിലായിട്ട് കാണിക്കില്ലല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കള വലിപ്പം കുറവാണ്. അവിടെയൊന്നും നമുക്ക് ഫ്രിഡ്ജ് കൊള്ളൂല. ഫ്രിഡ്ജ് കൊള്ളായി അല്ല, വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇന്ന് ഇതിലുള്ള സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. സൗണ്ടൊക്കെ ഒന്ന് ക്ലിയറായി വരുന്ന ഒന്ന് കുളിച്ച് ഞാൻ. അപ്പോൾ ഒരു 4 മണിയാകുമ്പോഴേക്ക് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റും കരുതുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ എത്ര റുപ്യ കൂടും എന്നുള്ളതിലല്ല, എത്ര റുപ്യ കൂടിയാലും നമുക്ക് എന്താ പറയുക, നാളെ ഉച്ചയ്ക്ക് ഒരു മീൻ കറി വെക്കാനുള്ള മീൻ വാങ്ങാനുള്ള പൈസ കിട്ടിയാലും അത് മതി. മല്ലിക്കട്ടി ഓടില്ല കേട്ടോ. ഇപ്പോൾ പോയിട്ട് നമ്മൾ മല്ലിക്കട്ടി റിസ്ക് എടുത്ത് ഓടില്ല. ഞാൻ നൈസായിട്ട് റെഡി ആവാൻ നോക്കട്ടെ. മുടി ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ടീഷർട്ട് ഇടുന്നത്. ഇപ്പോൾ ഈ ഒരു നേരത്ത് പോയി ഇറങ്ങുമ്പോഴേക്ക് നല്ല കാക്കിയൊക്കെ ഇടാക്കുക നല്ലത്.
ഇപ്പോൾ ഒരു കുറച്ച് നേരത്തെ ഓട്ടത്തിനല്ലേ, പക്ഷേ എങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇട്ടാലും വിയർപ്പിൻ്റെ സ്മെല്ല് വരുന്നതുകൊണ്ട് കാക്കി 1-2 ദിവസമൊന്നും ഇടാറില്ല. എല്ലാ കാക്കി ഒരു ദിവസമൊക്കെ ഇടാറുള്ളൂ. അതവേ അത് തിരുമ്പിയിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ എന്താ ഇട്ടുള്ളൂ. വേറെ നിവർത്തിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇടാറുള്ളൂ. അതാണെങ്കിൽ എന്തായാലും എല്ലാ ദിവസവും എല്ലാം ക്ലീനാക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം കോട്ടയത്ത് പോയപ്പോൾ നമ്മുടെ അച്ചായൻ തന്നതാണ്. ഇത് ഞാൻ അടിക്കലൊക്കെ ഉണ്ട്, ചില നേരത്തെ മറന്നു പോകും. സ്പ്രേ അടിക്കണം. നമ്മൾ ഉപയോഗിക്കണം. നമ്മളുടെ സ്മെല്ല്, ബോഡീൻ്റെ സ്മെല്ലുണ്ടല്ലോ, അത് മറ്റുള്ളവരടുത്ത് ചെല്ലുമ്പോൾ അവർക്കൊരിക്കലും നമ്മുടെ അടുത്ത് ഇങ്ങനെ മാറി നിൽക്കുക, അല്ലെങ്കിൽ നമ്മോട് ഇടപഴകാനൊക്കെ താല്പര്യമില്ലായ്മ വരാൻ വേണ്ടി പാടില്ല. അത് വരുന്നത് ഈ സ്മെല്ല് ഉണ്ടാവണതുകൊണ്ടാണ്. നമുക്ക് തന്നെ അറിയാം, ഞാൻ ഇടപഴകുന്ന ഒരുപാട് പേർക്ക് ഈ വായിൽ നിന്നുള്ള സ്മെല്ല്, അവരുടെ വിയർപ്പിൻ്റെ ഗന്ധമൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം ആളുകളുണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനും ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്കും പറഞ്ഞു കൊടുക്കണം. അത് സഹോദരങ്ങൾ തമ്മിൽ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് നിർബന്ധമായിട്ട് പെർഫ്യൂം യൂസ് ചെയ്യിപ്പിച്ച് ശീലിപ്പിക്കണം. എന്നാൽ അവർക്ക് സമൂഹത്തിൽ ഇങ്ങനെ 4 ആളായിട്ട് ഇടപഴകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാന്നാണെങ്കിൽ ആളുകൾ നമ്മളെ നമ്മളെത്ര കണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നമ്മളോട് ആളുകൾ അടുത്ത് ഇടപഴകില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ കോൺഫിഡൻ്റ് ആയി. ഇനി നമ്മൾക്ക് നമ്മുടെ ഫാസ്റ്റ് ഡ്രോ തന്നിട്ടുള്ള നമ്മുടെ വാച്ചുണ്ട്. ഈ വാച്ച് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ അവിടം തൊട്ട് ഇവിടം വരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. താങ്ക്സ് ബ്രോ. എന്താ അറിയില്ല, ഇത് കയ്യിലിടുമ്പോൾ ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസമാണ്. തീർച്ചയായിട്ടും എല്ലാ ദിവസവും എവിടെ പോവുകയാണെങ്കിലും, എന്തിനേറെ ഒരു ചൂണ്ടയിടാൻ പോവുകയാണെങ്കിൽ പോലും ഞാനത് ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ രാവിലെ തന്നെ ഇതില്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര, നമുക്കങ്ങനെയുള്ള നമ്മളെ കൈമ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നതുപോലെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂൾ വിട്ടാ പൊട്ടിയോ? ഇല്ല. എന്താ ഒരു ഷർവറവ്? ഒരു ഷർവറവില്ല. അപ്പൊ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. 3:35 ആയിട്ടുണ്ട്. 3:35 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു ഫോൺ ട്രിപ്പ് ഉണ്ട്. ഞാൻ ശരിക്കും 4 മണിക്ക് ഇറങ്ങാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഞാൻ വീഡിയോ ഒന്ന് കോപ്പി ചെയ്യാനും കൂടി ഉണ്ട്. ലാസ്റ്റ് പരിപാടി കൂടി ചെയ്യാണ്ടായിരുന്നു, അത് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയത് ഇപ്പൊ നേരത്തെ എനിക്ക് വിളിച്ചിരുന്നു ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴേ. അവിടെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്, അത് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ മറന്നുപോയതല്ല, എൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആയപ്പോഴത്തേന് ഈ ടൈമായി. അപ്പൊ ഇവിടെ തന്നെയാണ് അവരുടെ വീട്. നമ്മളിവിടെ നൈസായിട്ടൊന്ന് കയറ്റി നിർത്തണം. അത് ഗ്യാസ് കുറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടെന്ന് അറിയില്ല. ഇവിടെ നിന്ന് വാണിയമ്പലത്ത് പോയിട്ട് ഗ്യാസ് നിറച്ചിട്ട് വരാനാണ്. പാവം നായി നയിക്കണമായി നയിച്ച് ഹെയ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുവരട്ടെ. ഓ ഇതില്ല, ഇത് പോരുന്നില്ലേ? ഇത് പറഞ്ഞോ? സോനിനെ കൊണ്ടുപോണ്ടോ? വാണിയമ്പലം കാണിച്ചാലോ? അപ്പൊ ഇത് സോനു, അത് മോനു. സോനുവിന്റെയും മോനുവിന്റെയും ട്രിപ്പാണ് വാണിയമ്പലത്തേക്കാ. പറയ്. ഗ്യാസ് കഴിഞ്ഞു. വാണിയമ്പലത്ത് എത്തിയുണ്ട്. വാണിയമ്പലത്തുള്ള ഒരു വിഷയതാണ്, അതായത് ഇവിടെ റെയിൽവേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് വണ്ടികളല്ല ഇത് ബ്ലോക്ക് ആവും. ഈ ഒരു ടൈമില് ട്രെയിൻ പാസ്സായ സമയമാണ്, അതായത് ക്രോസിംഗ് ടൈം ആയിരുന്നു ഈ ഒരു ടൈമിൽ. അപ്പൊ സമയം എന്ന് പറയുന്നത് 3:50. സോനു കുറ്റി ഇറക്കൂ. അതിനാണോ കൊണ്ട് നിക്കണെന്ന് പറഞ്ഞേ. പണിയെടുപ്പിച്ച ജോന്റെ അപ്രന്റീസാണ്. കൽമുക്കണ്ട നമ്മള് ഗോഡൌണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഗ്യാസ് നിറച്ചിട്ട് കൊണ്ടുപോകാം. ഇതൊരു മരമില്ലിന് അടുത്താണ്. എന്താ അവിടെ ഉണ്ട് ഈർച്ചപ്പൊടിയൊക്കെ ഉണക്കുന്നത്. ഈർച്ചപ്പൊടി ഉണക്കി മാറ്റുന്ന ഒരു കാഴ്ചയൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റും. കുറ്റി പൊന്താത്തവരൊക്കെയാണ് കൊണ്ടുവന്നിക്കണ നമ്മള്. ഒറ്റക്കോ
കുക്കിയോ? ഇതൊക്കെ നായക്കുട്ടികളാണോ? കുട്ടികളെ കൊണ്ട് ചെന്നാൽ അമ്മ കഞ്ഞി തരൂലേ? അമ്മ ലാട്ട് തരൂലേ? അടിപൊളി. ഞങ്ങൾ സൈറ്റിക്ക് എത്തി. സ്ഥാനർക്കുള്ള വണ്ടിയാളോ എന്തോ ഓട്ടോസ് ചെണ്ടൊട്ടി പോണ്. ശ്രദ്ധിക്കടാ, തലയും പാലും പിടിച്ച അങ്ങനെ തന്നെ കോട്ടയുണ്ട്. പോട്ടെ ആ അടച്ചോ. ഇവിടുന്ന് വേണമെങ്കിൽ ഒരുത്തിടാ 120 കഴിഞ്ഞിട്ടാട്ടാ എന്റെ ഒരു ബാക്കി ഉണ്ടാവും ഒക്കെ തരാണ്. വേറെ എന്റെ പൈസ അല്ല കറക്റ്റാ. 120 ബാക്കി അറിയുമോ? ഇപ്പൊ സമയം 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ റോട്ടിലൊക്കെ കണ്ടങ്ങള് നമ്മുടെ ത്രിതല പഞ്ചായത്ത് മത്സരമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിഹ്നങ്ങളൊക്കെ റോട്ടിലൊക്കെ വരച്ചിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ. അപ്പൊ ഞാനിനി സീരിയസ് ആയിട്ടുള്ള സ്റ്റാൻഡിക്ക് നോക്കുകയാണ്. ഇനി നമ്മൾക്കൊരു 8 മണി വരെ 8 മണി 9 മണിയൊക്കെ വരെ ഓടുള്ളൂ. അത്ര തന്നെ ഓടാൻ കഴിയുന്ന അത്ര നേരം നമ്മൾ ഓടും. ലൈനിൽ പോയി നോക്കാം. നമ്മൾക്ക് ഇപ്പൊ ഒരു 120 രൂപ കിട്ടി. ഇനി എത്ര രൂപയ്ക്ക് ഓടും എന്നുള്ളത് നമ്മളൊരു വിഷയമല്ല. കിട്ടുന്നത് അത് എത്രയായാലും നമ്മൾക്ക് ഓക്കെയാണ്. അപ്പോൾ ഈവനിങ് ടൈം നമ്മളുടെ വണ്ടൂർ ടൗൺ ഈവനിങ് ടൈമിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. കളർഫുള്ളാണ്, വണ്ടിയൊക്കെ ഇഷ്ടം പോലെയാടാ. അതായത് നമുക്ക് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോകൾ കൂടുതലാണ്. ഇവിടെ ഒരു ഈക്കോ ഉണ്ടെന്ന് നിർത്തിയിട്ടുള്ളൂ. ഇത്രയും വണ്ടികളുണ്ട്. ഞാനിപ്പോ നീ ഒരു CNGന്റെ ബാക്കിക്ക് ഇടാവുക. ഓ ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാം മക്കളെ ഓട്ടം മോശമായിരുന്നു എന്നുള്ളത്. മുന്നിക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ലോക്കല് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഒരു അവസ്ഥ ഒന്ന് കണ്ടിട്ട് എനിക്ക് തോന്നണില്ല മുന്നിക്കെത്താതെ കിട്ടുന്നത്. നമ്മൾ ഈ സൈഡിലൊന്നും ഒരാളെ നടന്നു പോകുന്നത് പോലും കാണുന്നില്ലല്ലോ. നമ്മൾ ഈ ഒരു നിർത്തണം നോക്കുക. ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ നമ്മളെ ലോങ്ങിന്ന് കണ്ടിട്ട്, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ബസ് ഇറങ്ങുന്ന അവിടെ നിന്ന് നമ്മളെ നാട്ടിലത്തെ ആരെങ്കിലൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ടുപോകും. എങ്ങനെയൊക്കെ അവർ നമ്മളെ വിളിക്കും. അപ്പം നമ്മൾ തള്ളു കുറച്ച് ലാഭക്കാരം. നോക്കട്ടെ, വണ്ടി മറിച്ചിട്ട് വിളി. ഞാൻ ചായക്ക് പോവാ. ഓക്കെ ധനേഷ് സ്വാമി എവിടെ? നിങ്ങളില്ലല്ലോ, നിങ്ങൾ സ്വാമിയല്ലേ? വാ അടക്കേ. എന്താടാ എവിടെ? അപ്പം മാന്തലല്ലേ? വണ്ടി ഞാൻ ചായക്ക് പോവാ. നടക്ക്. ചായ കുടിച്ചിട്ട് മതി ഇനി ഓട്ടം. സ്റ്റാർട്ടാക്കിച്ച എവിഡൻസ് വേണ്ടേ? എടാ പറ്റിച്ചില്ലേ? ചതി ഇതാണ് ചതി. എന്താ ഒരു മഴങ്ങേമാരെ, പെരുമഴ എന്ന് പറഞ്ഞ പെരുമഴ, അപ്രതീക്ഷിത മഴ. നമുക്ക് വണ്ടിക്ക് കറക്റ്റ് ഇടണം. വണ്ടിന്റെ കറക്റ്റിന് ഏതാണോ ഏത് എടുക്കണോ? ആകെ നനയിന്. അത് വല്ലാത്ത പെട്ടെന്നുള്ള മഴയാണ്, വളരെ പെട്ടെന്ന്. കാറ്റുണ്ട് കാറ്റടിക്കുന്നുണ്ട്. ഇല്ലെങ്കിലേ കഫക്കെട്ടും ഇതൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മഴയും കൂടി കൊണ്ടാലേ ആകെ സീനാവും. പെട്ടെന്നുള്ള മഴ. ഈ നേരം വരെ ഇപ്പൊ നമ്മൾ വീഡിയോ എടുത്ത് നടന്നാലേ ഇതിലിപ്പോ മാത്രല്ല, രാവിലെ തൊട്ടേ നിങ്ങൾ കാണണല്ലേ എങ്ങനത്തെ കാലാവസ്ഥയെന്ന്. വൈകുന്നേരം ആയപ്പോഴേക്കും പെട്ടെന്ന് മഴ പെയ്തു. എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ഓട്ടം കിട്ടാൻ സാധ്യത കൂടുതലാണ്. ആളുകളൊന്നും കുടയൊന്നും എടുത്തോട്ടുണ്ടാവില്ല. കാരണം ഇവിടെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയൊന്നും ഇല്ല. പെട്ടെന്ന് പെയ്തല്ല, ആളുകളൊന്നും കുട എടുത്തുണ്ടാവില്ല. എങ്കിലും ആരും വിളിക്കൊന്നും കാണാനോ, വണ്ടി കാണുന്നില്ല. മഴ പെയ്യുമ്പോളേ നമ്മൾക്ക് വണ്ടി ഇറങ്ങി തള്ളാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പൊ നമ്മള്
ഓരോ ഗ്യാപ്പ് ആവുമ്പോഴും ഓരോ വണ്ടി പോകുമ്പോഴും നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടാണ് ലൈനിൽ കൃത്യമായ പോയിന്റിൽ നിർത്താറ് കേട്ടോ. അങ്ങനെ തന്നെയാണ് എല്ലാവരും എല്ലാ സ്റ്റാൻഡിലും ചെയ്യുക. കാരണം അപ്പം ഈ ഒരു നിമിഷം നമ്മൾക്ക് തള്ളാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഈ മഴ പെയ്യുമ്പോൾ മഴ എന്നാണ് ഞാൻ പറയാറ്. അത് കേട്ടിട്ട് ഇന്ന് കുറെ ആളുകൾ നല്ല രീതിയിൽ അക്ഷരം പഠിപ്പിക്കാറുണ്ട്. ഉച്ചാരണം ശരിയല്ല, മഴയാണ് എന്ന് പറയാറുണ്ട്. ഇത് ഞാൻ മഴയാണ് പറയുന്നത്, ഞാൻ ആരോടും പറയുന്നില്ല മഴ നിങ്ങൾ പറയണത്. എനിക്കതിനിപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തി വെച്ച് പറഞ്ഞാൽ പോലും ചില നിമിഷങ്ങളിൽ എനിക്കത് വരും, മഴ തന്നെ വരുള്ളൂ. അതുപോലെ തന്നെ പുഴയെ പോയാന്നേ വരുള്ളൂ. അപ്പോൾ അതൊന്നും നിങ്ങൾ കമന്റ് എഴുതിയിട്ട് തിരുത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 1-2 വട്ടം ശ്രദ്ധിക്കും, അത് ശരിയാവില്ല. അത് അങ്ങനത്തെ സംഭവമാണ്. ഇത്രയും നേരം നമുക്ക് ഇരുന്നിട്ടേ ഒരു ട്രിപ്പ് കിട്ടിയത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. ഒരു ലോക്കല് 30 രൂപ. അതായത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ കൂടാണ്, നമ്മുടെ പയ്യന്റെ കൂടാ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പൊ സമയം എന്ന് പറയുന്നത് 6:50. നമ്മളവിടെ സ്റ്റാൻഡിലേക്ക് എത്തുന്നത് 4:40. 4:40 നമ്മൾ എത്തിയിട്ട് നമ്മൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റി, അവിടെ കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടും പറ്റി. അല്ലാതെ ട്രിപ്പ് നമുക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പൊ ഈ ഒരു ട്രിപ്പാണ് കിട്ടിയത്. അത് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട്? 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ട്രിപ്പ് കിട്ടിയതോ ഒരു 30 രൂപയുടെ ട്രിപ്പ്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങൾ വരും. പക്ഷേങ്കിൽ ഞാൻ ഇവിടുന്ന് നേരെ പോയാൽ അങ്ങാടി, ഞാൻ നേരെ താഴത്തേക്കാണ്. എനിക്ക് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഒറ്റ ട്രിപ്പല്ല, ഇത് 2 ട്രിപ്പാണ്. 2 ട്രിപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ മറ്റൊരു ഫ്രണ്ട് ഉണ്ട്, നമ്മളുടെ മാർക്കറ്റിലൊക്കെ ചിക്കൻ കടക്കാരൻ ആഷിഖ് എന്ന് പറഞ്ഞ പേര്. അപ്പൊ അവന്റെ വൈഫ് വീട് ഇവിടെ എൻ്റെ നാട്ടിലാണ്. അപ്പൊ അവന്റെ വൈഫ് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പം നമുക്ക് അവന്റെ കയ്യിൽ നിന്ന് 40 രൂപ അവന്റെ അടുത്ത് മേടിക്കാം. ഇവര് നമുക്ക് 30 രൂപയും തന്നു. അങ്ങനെ ആകുമ്പോ നമുക്ക് മൊത്തം 70 രൂപയുടെ ട്രിപ്പായിരുന്നു ഈ ട്രിപ്പ്. ഈ ട്രിപ്പിന്റെ ലാഭം എന്താ വെച്ചാൽ ഒരൊറ്റ ട്രിപ്പിന്റെ ചെലവ്, എണ്ണ ചെലവ് അല്ലെങ്കിൽ മറ്റുള്ള മെയിൻ്റനൻസ് എല്ലാം കൂട്ടാം. നമുക്ക് ഒറ്റ ട്രിപ്പിന് മാത്രമേ ചെലവുള്ളൂ. മറ്റൊരു ട്രിപ്പ് തികച്ചും നമ്മൾക്ക് ലാഭമാണ്. മനസ്സിലായല്ലേ? എന്താല്ലേ നല്ല അതിമനോഹരമായിട്ടുള്ള വയലുകളൊക്കെയാണ്. അവിടെ ദേശാടന പക്ഷികളുണ്ട്. ഓ മൈ ഗോഡ്, ദേശാടന പക്ഷികളാണ് ഈ പറഞ്ഞ ഞണ്ടിനെയും ചൗഞ്ഞിനൊക്കെ തിന്നണത്. ഇതിലൊക്കെ കണ്ടങ്ങൾ ഇതൊക്കെ നമ്മൾ ഞൗഞ്ഞ് പിടിച്ച് നടന്ന സ്ഥലമായിരുന്നു. ഞൗഞ്ഞൊക്കെ പിടിച്ച് നടന്നിരുന്ന സ്ഥലമാണത്. പക്ഷെങ്കിൽ ആ പാടൊന്നും ഇപ്പൊ കണ്ടാലറിയില്ല, അത്ര കണ്ട് പച്ചയായി കിടക്കുവാണ്. അതൊക്കെ നെല്ല് ഞാറ് നട്ടിട്ടുണ്ടേ, ഞാറ് നട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ദേശാടന പക്ഷികൾ ഇവരാട്ടാ. ഇവരാണ് ഞൗഞ്ഞ് ഞണ്ടൊക്കെ തിന്നുന്നവര്. ഇവർക്ക് വലിയ കൊക്കാണ്, വലിയ ചിറകുകളാണ്. സാധാരണ ഉള്ള കൊക്കിനേക്കാളിൽ വലുപ്പം കൂടുതലാണ്. എല്ലാം ഉണ്ട്, എല്ലാം തികഞ്ഞവന്മാരാണ് ഇവര്. അപ്പോൾ ഇവര് 2 പേരൊന്നല്ല, അവർ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് 2 പേരേ ഉള്ളൂ. മഴ പെയ്തപ്പോഴേക്ക് അങ്ങാടി ബ്ലോക്കായി. ഓക്കെ 100 കറക്റ്റ് ഇല്ല, എന്നാ കണക്കരാൻ തന്നെ ഉള്ളു. അപ്പൊ ഓക്കെ നോക്കി പോയിക്കടാ. വീണ്ടും നമ്മൾ വന്നിട്ടുള്ളത് നാട്ടിലേക്ക് തന്നെയാണ്. ചെങ്ങൈമാരെ ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും അങ്ങാടിയിലേക്ക് തന്നെയാണ്. ഇപ്പൊ സമയം 6:15. ഞാൻ ഇപ്പൊ നാട്ടിൽ നമ്മളെ പയ്യനെ ഇറക്കിയിട്ട് ടൗണിലേക്ക് പോവുന്നല്ലോ. അപ്പൊ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ക്ലിനിക് ഉണ്ട് ഞങ്ങളുടെ റൂട്ടുമ്പോ തന്നെ. അപ്പൊ ആ ഒരു ക്ലിനിക്കിൽ ഒരു ഫാമിലി കയറിയിട്ട് ഒരു 40 രൂപ പോയിന്റിലേക്ക് നമ്മളെ കൊണ്ടുവന്നേക്കുവാണ്. അപ്പൊ അതും കൂടി കിട്ടി. നമുക്ക് ഒറ്റക്കുത്തിൽ വീണ്ടും ഒരു 70 കിട്ടിയേക്കുവാണ്. എന്താ പറയാ, നമുക്ക് ഇതേപോലെ ഒറ്റക്കുത്തിൽ ഇങ്ങനെ 70 60 കിട്ടിയാൽ മതി. നമുക്കിന്ന് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളാരും നിർബന്ധിച്ച് കിട്ടുമെന്നല്ലല്ലോ. പക്ഷെങ്കിൽ നമ്മൾ തന്നെ നിർബന്ധിക്കണം. ലാസ്റ്റ് പറഞ്ഞുതരാം, ഇതിന്റെ ഒക്കെ ഒരു പൊരുള് കുറയേണ്ടത്. എന്തായാലും നമുക്ക് കിട്ടും. അപ്പൊ നോക്കുക, കുറച്ചേരം കൂടി നമുക്ക് ടൈം ഉണ്ടല്ലോ. ഇപ്പൊ ടൈം അധികം ഒന്നും ആയിട്ടില്ല. ടൈം എത്ര ആയിട്ടുള്ളൂ? 6:30 ആയിട്ടുള്ളൂ. ഈ ഇരുട്ടും മഴയും ഭയങ്കര പണിയാണ്. വേറൊരു കഥ കേൾക്കണം നിങ്ങൾക്ക്. ഞാനിങ്ങോട്ട് നേരത്തെ ഇങ്ങനെ ആ ഒരു കഥയൊക്കെ പറഞ്ഞ് സ്റ്റാൻഡിക്ക് ഇങ്ങനെ ചെല്ലുന്നു. അപ്പൊ തന്നെ വീണ്ടും ഒരു കാക്കയും താത്തയും കയറിയിട്ട് ഒരു 40 രൂപ പോയിന്റിലേക്ക് എന്നെ കൊണ്ടുവന്നു. അടിപൊളിയായില്ലേ? അപ്പൊ നമ്മളെ വണ്ടി ഇപ്പോഴും ഓഫായിട്ടില്ല. നമ്മൾ നേരത്തെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ലോക്കലിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടാക്കിയതാണ്. നമ്മളിപ്പോ 3ാമത്തെ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ലൈനിലേക്ക് തന്നെയാണ്. അതിനിടയിൽ നമുക്ക് 4ാമത്തെ ട്രിപ്പ് അടിക്കും എന്നുള്ളത് നോക്കാം. നമുക്ക് മാക്സിമം ഞാൻ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴാ ഓടുക? ലൈനിക്ക് പോലും എത്തിയിട്ടില്ല. ഇപ്പൊ ധനേശേട്ടന്റെ വണ്ടിന്റെ ക്ലച്ച് ഒന്ന് കൂട്ടുകയാണ്. ഇതാണ് നമ്മളുടെ ക്ലച്ച് കേബിൾ. നമ്മൾ കൂട്ടണമെങ്കിൽ ഇവിടെ നമ്മളൊന്ന് തിരിച്ച് മറിച്ച് കൊടുത്താൽ ക്ലച്ച് കൂടും. കൂട്ടട്ടാ. ചെങ്ങന്മാരെ വീട്ടിലാണ് ഞാൻ. സമയം എന്ന് പറഞ്ഞാൽ 9 മണിയാണ്.
8:50 വരെ സ്റ്റാർട്ടിൽ നിന്നു. നമ്മളൊരു 3:50 3:40 നേരത്തേക്കല്ല നമ്മൾ ഫസ്റ്റ് എടുത്ത് ഗ്യാസ് ഇറക്കാൻ വേണ്ടി പോയതൊക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പം തൊട്ട് ഈ നേരം വരെ 5 മണിക്കൂർ നമുക്ക് കിട്ടുവാണെങ്കിൽ 5 മണിക്കൂറിൽ നമ്മൾ ഓടിയിട്ടുള്ളത് 450 രൂപയ്ക്കാണ്. നമ്മളൊരു ദിവസം ഫുള്ളായിട്ട് ഓടിയിട്ട് നമുക്ക് എന്താ പറയുക 450 മാത്രം കിട്ടിയൊരു ദിവസം ഉണ്ടായിരുന്നു അല്ലേ. ഇതാണ് പറയണത്, ഈ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന സംഭവം കൊണ്ട് നമ്മൾ ഇറങ്ങുന്ന സമയമല്ല, നമ്മൾ ഇറങ്ങിയോ എന്നുള്ളതാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടാവില്ല. ഇപ്പം ഇന്ന് ഇറങ്ങിയതുകൊണ്ട് 450 രൂപ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. നമുക്കൊരു മീൻ പിറ്റേ ദിവസം 100 രൂപയുടെ മീൻ വാങ്ങാനുള്ള പൈസയിൽ കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോയത്. വയ്യാതായിട്ട് പോലും പോയത്, തൊണ്ട വേദനയ്ക്കുണ്ട് നല്ല രീതിയിൽ. ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുക്കു, അതായത് എൻ്റെ കസിനുണ്ട് കുക്കു, അവനെ പുതിയ ആളുകൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവന് വരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അവനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഇത്ര നേരം അതിൻ്റെ ഞാൻ നേരത്തെ പോകുന്നു. എന്തോ ഇല്ല, അച്ഛൻ്റെ തോളിൽ കറന്നോ, അച്ഛൻ്റെ മേത്ത് കറന്നാൽ മതി. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ലേ, എന്തോ സ്വപ്നം കണ്ടതാണ്. ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടൊക്കെ നമ്മൾ എങ്ങനെ പുറത്ത് പോയി ചെയ്യേണ്ടി? ഒന്നുള്ളടോ